ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്, ഈവനിങ് വാക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് വാക്കിന് പോകാൻ വേണ്ടി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരുങ്ങാം. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കാനുണ്ടപ്പോൾ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഓവർ ആക്ഷൻ കൂടുതലാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മൂക്കടപ്പും അങ്ങനെ കുറേ സംഭവമുള്ള കാരണം എനിക്ക് സംസാരം അങ്ങനെ കിട്ടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടാണ് സംസാരം വരുന്നത്. അപ്പം എൻ്റെ ചൂടുകൊണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഓവർ ആക്ഷനാണെന്ന് പറയുന്നത്, പക്ഷെ എനിക്കങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയാണോ പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ സംസാരം കൂടുന്തോറും ഇങ്ങനെ ഒരുമാതിരി ആയി തുടങ്ങും. ഒന്നും തോന്നണം. അത് കാരണം ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോവാം. ഈ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടൊക്കെ മുന്നിൽ ഫുൾ സീനായിരിക്കും. ലിപ്സ്റ്റിക് ഒന്ന് നിർത്തി വെച്ചേക്കുക. അത് കാരണം ഞാൻ ലിപ് ലൈൻ ചെയ്യും. ഒരു വഴിയുണ്ട്. ലിപ് ലൈൻ ചെയ്തു. 1 മിനിറ്റായി ഗൈസ്. ഞാൻ സ്പീഡാക്കിയിട്ട് കാണിക്കാട്ടോ. പറയാം പറയാം. ഞാൻ പറയുമ്പോൾ എവിടെ പോകാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടാൽ പോകാറുള്ളൂ. അപ്പോൾ ലിപ്സ്റ്റിക് നോക്കുമ്പോൾ ഗൈസ് പറയാം, ഡ്രസ്സൊക്കെ മാറ്റി മുടി ചെയ്യും. മുടി ഇട്ടിട്ട് ഞാൻ പുറത്തു പോകുന്ന വീഡിയോസ് അധികം ഇടാത്ത വെച്ച് കഴിഞ്ഞാൽ എന്താ, പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. എപ്പോഴും വീട്ടിനകത്ത് വെച്ചാൽ വീട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് പുറത്തൊന്നും പോയത്. ഫുള്ള് കുറേ സംഭവങ്ങൾ നിറഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുന്നു. എല്ലാവരുമായിട്ട് മഴക്കില്ല. നമ്മളെയൊക്കെ കൊണ്ടൊന്നും അവർക്ക് പോകണം. എന്താ പറയുക, അങ്ങനെയൊക്കെ ഫുള്ളൊരു സെറ്റാണ് ഗൈസ്. നമ്മുടെ വിഷമം നടക്കുമ്പോൾ എന്താ മുടി എന്തോ പോലെ എൻ്റെ ഫേസിന് ഒരുമാതിരി ഈവനിങ് ബ്ലോഗ് എടുക്കണം പറഞ്ഞിട്ടിപ്പോൾ 4:54. സൂര്യനെ തിരിച്ച് സൂര്യൻ പോവാറായിരുന്നു. ഇപ്പം എങ്ങനെ എടുക്കും? ഹെയർക്ക് മാത്രം ക്യൂട്ട് നമ്മളെ കാണാൻ പറ്റുന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടി കാണുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് എടുത്തു. ഞാൻ ഒരുമാതിരി മാലയൊക്കെ വെച്ചവരെ കുപ്പിട്ട് വെച്ചേക്കും. 2 3 4 ഇതെന്താണ് ഇപ്പം കാര്യമല്ലോ. ആരെയും വിശ്വസിക്കണം, അത് ആരെയും പ്രത്യേകിച്ച് കണ്ണാച്ച് വിശ്വസിക്കാൻ പാടില്ല. പറയുന്ന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആയിട്ട് നമ്മൾ ഇതാക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തോന്നും ഞാനെന്തോ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ പുറത്ത് വന്നു കൊണ്ടിലിട്ടു. അല്ലേ തന്നെ കമന്റ് ബോക്സിൽ ഇടയ്ക്ക് വരുന്ന ക്യൂട്ട്നെസ് എന്തോ അതാണെന്ന്. മമ്മി വീഡിയോ എടുക്കുക, മിണ്ടാണ്ടിരിക്കും. വീഡിയോ എടുക്കാണെങ്കിൽ എല്ലാവരും ഭയങ്കര എന്തായോ റിപ്ലൈൻ വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് വരാം. വ്ളോഗ് നമ്മളിങ്ങനെ എടുത്തിട്ട് പോവാം. അപ്പോൾ ഗൈസ് മൈൻഡൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി ഈവനിങ് വ്ളോഗ് പറഞ്ഞിട്ട് കാര്യം വീട്ടിൽ ഇരുന്നിട്ട് വയ്യ. അപ്പോൾ നമുക്ക് പോവാം. നടക്കട്ടെ, ഏതൊരു ഊടി കഴിക്കാം ഗൈസ്. എൻ്റെ കൂടെ ചേച്ചിയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നടക്കണം ഗൈസ്. ഇവിടെ കുറേ വഴിയുണ്ട്. ഇവിടെ പാടമുണ്ട്. പോയിട്ട് കുറേ ആയി. അപ്പോൾ അവിടെ പോവാം. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകണേ പറഞ്ഞിട്ട്
ചേച്ചീനെയും ഒപ്പം പിടിച്ച്. എൻ്റെ രണ്ടാമത്തെ ചേച്ചി. എനിക്ക് 2 ചേച്ചിമാരാട്ടോ. കാണിക്കാൻ പാടൂല. പുള്ളിക്ക് വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല. എന്ത് ചെയ്യാനൊക്കെ വീട്ടിൽ ഇരുന്ന് ഡിപ്രഷൻ അടിച്ചിട്ട് നടക്കാറൊക്കെ. നാട്ടുകാരെല്ലാരും നോക്കുന്നു വീഡിയോ എടുത്ത് നടക്കാൻ കാരണം. ഞാൻ അവിടെ എത്തിയിട്ട് പാടം തൊട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ നടക്കാം. നമ്മൾ പാടത്തേക്കൊക്കെ നിൽക്കാം. അമ്പലക്കുളം ഇല്ല ആ ശരി നിങ്ങൾക്ക് അറിയില്ലേ. അതാ ഞാനും എൻ്റെ ചേച്ചിയുടെ ഫേസ് കാണിക്കാൻ ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ അവിടെ എത്ര ഇത് സ്പീഡാക്കണ്ടല്ലോ. അതാണ് ഞാൻ കട്ടാക്കണേ. നമ്മൾ പാടത്തിൻ്റെ അവിടെ എത്താറായി. എന്തുണ്ടോ ഇവിടെ ആരുമില്ല, ഈ വീട്ടിലാരുമില്ല. ഉണ്ടോ? ആളുണ്ട്, പക്ഷെ ആ വീട്ടിലാരുമില്ല. അതൊരു പ്രേത വീടാട്ടോ ഗൈസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഉള്ള എല്ലാവരും അതിനെ പറയുന്നത്. ഇവിടെ രാത്രി കുറുക്കനിറങ്ങും. ഇനി അടുത്ത കമൻറ്റ് പറഞ്ഞിട്ടോ കുറുക്കനെ കാണാൻ വന്നിരിക്കും. തമാശ ചളിയായിട്ട് വിചാരിക്കുന്നത്, ഞങ്ങൾ വെറുതെ പുളു അടിക്കുന്നത്. പക്ഷെ ഞാൻ പാടത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. ഇവിടെ പാടമുണ്ട്. പാടത്തിൻ്റെ അവിടെ കുളം ഇറക്ക്. അപ്പോൾ കുളത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കാലിട്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഇത് ഞങ്ങളെ ദേശമല്ല കേട്ടോ. അല്ലല്ലേ, നമ്മുടെ നാടല്ലല്ലോ. നമ്മുടെ നാടാണ്, പക്ഷെ എന്തോ ഒരു വ്യത്യസ്തല്ലേ. എന്തോ ഒരു വ്യത്യസ്തമുണ്ട്. അതൊക്കെ ഇടി ഗൈസ്. ഞങ്ങൾ ഇരിക്കുന്നു. ഇതുണ്ടോ കൊള്ളാം. ഇതെൻ്റെ കാല്. ഇവിടെ എൻ്റെ ചേച്ചിനെ കാണിച്ചിട്ടില്ല. ചേച്ചി ഞാനും കാലിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് നീന്തറിയാം, ചേച്ചിക്ക് നീന്തറിയില്ല. എനിക്കൊക്കെ അറിയാം. ഇങ്ങനെ ഇരിപ്പാണ് നമ്മൾ. പാടം ഞാൻ വിചാരിച്ചു പാടം നല്ല പൂത്ത് തളിർത്തിരിക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പാടെല്ലാം ഉണങ്ങിപ്പരിച്ചിരിക്കുന്നു ഗൈസ്. ഇവിടെ ആകെ വെള്ളം കാണാൻ പറ്റുന്ന ഈ കുളത്തിൽ മാത്രം. ഭയങ്കര രസമൊക്കെ ഗൈസ്. മീനൊക്കെ വന്ന് കാലിക്കുത്തണം. ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ഇതെന്താവോ ഇവിടെ ക്ലാരിറ്റി പോരാ. ഇതെൻ്റെ കാര്യം. ഇതാരുടാല ഇതെൻ്റെ ചേച്ചി. ഇതെൻ്റെ കാല്, എൻ്റെ ചേച്ചിയുടെ കാല്. ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള കാലം ഇതായിട്ട് പാദസരൊക്കെ ഇട്ടിക്കും ഗൈസ്. കണ്ടോ കാണിച്ചു തരാം. ഈ വഴി പോയി കഴിയുമ്പോൾ അവിടെ ഒരു പാടമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കുളത്തിരിക്കുകയാണ്. തിത്തി ഇങ്ങനെ കാറ്റാണിക്ക് പാടം കാണിച്ചു തരാം. ഗൈസ് പാടം കാണിച്ചു തരാം. വെയിറ്റ്, ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീക്കാം. ഒറ്റയ്ക്കല്ലേ നടക്കണം, എന്നിട്ട് ചോദിക്കണം. ഞാനിങ്ങനെ ഫോൺ വിളിച്ച് എൻ്റെ വിദ്യാലയം നാട്ടുകാർ വിചാരിക്കൂടി. ദീപം മതി കേട്ടോ. അല്ല ഇടും ഗൈസ്. നമ്മൾ നടന്ന് മാവിക്ക് ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ഒരിതെന്തറിയോ, എൻ്റെ ഡാഡിയുടെ വീട്ടിലത്തെ അടുത്ത മാവിൽ എന്താ പറയുക, ചെറിയ മാവാണെങ്കിലും നിറച്ച് മാങ്ങയുണ്ട് വലുത്. പക്ഷെ ഇത്രയും വലിയ കണ്ടമണങ്ങ പോലത്തെ മാവിൽ ഒരു മാങ്ങ പോലും ഇല്ല വലുത്. അതിന് എടി നമ്മുടെ അപ്പൊ പൂത്ത് മാങ്ങയല്ലോ. അമ്മേ മാങ്ങയൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം. ഞാൻ മാവ് കാണിച്ചു തരാം. എനിക്ക് പറഞ്ഞ മാവാട്ടത്. അയ്യോ, ഇത്രയും വലിയ മാവില് ഒരു മാങ്ങ പോലും ഇല്ല. ഫുള്ള് പൂത്തിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ നടന്ന് എവിടെ പോകുമെന്തോ ഗൈസ്. ഞങ്ങൾ നടക്കട്ടെ. ഈ സൺസെറ്റ് ഇതുവരെ കാണാത്തൊരു സ്ഥലം. നോക്കി നോക്കാം. വീടരുത്തിട്ടോ, വല്ല പ്രേതക്കുളമായിരിക്കുമോ?
കണ്ടോ അവിടെ ഒരു കുളം. കണ്ടോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഈ സൈഡിക്ക്. ഒരു 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 എന്താടി ഇത്? കുളോ? ഇനി പശു ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണോ? കുളം പക്ഷെ ഇവിടെ ആരും ഇല്ല. ആരും ഇറങ്ങാനും കുളിക്കാറൊന്നുമില്ല. ഒരു കുളം കണ്ടാ പീഡിപ്പിക്കും. ഈ ഒരു പാടത്തിന് അപ്പൊ യൂട്യൂബിലിടാനല്ലേ നിൽക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇന്നുണ്ടോ ഗൈസ്, ബാക്കിൽ കുളം കേട്ടോ. നടക്കണ സ്ഥലമല്ല, കുളമാണ്. ഇവിടെ ഇപ്പൊ 2 കുളമുണ്ട്. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. കണ്ടാര നാട്ടിൽ വന്നിട്ട് ഓരോ അയ്യോ നമ്മുടെ നാട്, ഞങ്ങളുടെ നാട് ഇതുവരെ വരാത്ത സ്ഥലം. അതാണ് കണ്ടോ, ക്യൂട്ട്നെസ് ഒന്നല്ല കേട്ടോ. ആ അടി ഒരു സാധനം കിട്ടി. അപ്പൂപ്പന്താടി കിട്ടി. അപ്പൂപ്പന്താടി കിട്ടിയടി. ആ ഒന്നല്ല എന്താ തോന്നുന്നു 2 കിട്ടി. കൊറേ ഉണ്ട് പൊട്ടത്തിന്. വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.